നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്ത് പണിയാ സാറേ നിങ്ങളെല്ലാരും കൂടി കാണിച്ചത്? എങ്ങോട്ടാ നിങ്ങളെല്ലാരും കൂടി പോയത്? എത്ര നാളായി രാവും പകലും ഞങ്ങൾ അന്വേഷിച്ച് നടക്കാണെന്നറിയോ? ഒന്ന് വിളിക്കുകൂടി ചെയ്യാതിരുന്ന എന്താ? ചേട്ടാ ഇവിടെ നിർത്തിയാൽ മതി. ചിലപ്പോ ഇതായിരിക്കും. അത് തന്നെയാണെന്ന് തോന്നുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒന്ന് നിൽക്കണേ. ശരി, എന്നാ ചേട്ടനോട് അന്വേഷിച്ചായിട്ട് പറഞ്ഞാൽ മതി. ശരി എന്നാ. ശരി. ചേച്ചി വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത് ഇവിടെയാണോ? അതെ. നീ ഇവിടെ വന്നോ? ഏതെങ്കിലും ഓഫീസിൽ പോയാൽ അവിടെ ഉണ്ട്, പോസ്റ്റ് ഓഫീസിൽ പോയാൽ അവിടെ, അമ്പലത്തിൽ പോയാൽ മനസമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. ഇത് വീടും തേടി പിടിച്ച് വന്നിരിക്കുക. എനിക്ക് എന്തോ കാലക്കേടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞാലും തന്റെ മുഖം തന്നെ കാണേണ്ടി വരുമോ? തന്നെ കണ്ട അന്ന് മുതല് സ്വസ്ഥത പോയതാ മനുഷ്യന്റെ. ഇയാളുടെ സ്വസ്ഥത കളയാനായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടാ? ബഹളം വെക്കണ്ട മോനെ. ഞങ്ങൾ ഇവരുടെ വീട് വാടകയ്ക്ക് ചോദിക്കാൻ വന്നത്. ഹരി, അവര് വീടൊന്ന് കണ്ടോട്ടെ. ഇവരെ വീട് കാണിക്കുകയോ കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. പക്ഷേ സുധാകരനോട് പ്രത്യേകം പറഞ്ഞേക്കണം, ഇനി ഇവിടെ നിന്ന് ആരും അങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന്. വീട് കൊടുക്കാൻ തീരുമാനിച്ച നമ്മൾ തമ്മിലുള്ള സൗഹൃദമൊക്കെ അതോടെ തീർന്നു. എന്റെ പൊന്നു ചേച്ചി, ഇയാൾ ഈ അടുത്ത പ്രദേശത്തുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ വീട് അന്വേഷിച്ചു വരില്ലായിരുന്നു. എന്തായാലും ഇയാൾ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഈ വീട് വേണ്ട. അമ്മേ വന്നേ. ആ, വേഗം സ്ഥലം വിട്ടോ, അതാ നല്ലത്. ശകുനം മുടക്കി. എന്താ എന്താ വിളിച്ചേ? ശകുനം മുടക്കുന്നവരെ പിന്നെ അങ്ങനെയല്ലേ വിളിക്ക? അമ്മേ വന്നേ. പോട്ടെ കാഞ്ചന ചേച്ചി, നല്ല അന്തസ്സുള്ള വാടകക്കാരെ ഞാൻ കൊണ്ടുവന്നുതരാം. അമ്മ നോക്കിക്കോ, മിക്കവാറും ഞാൻ അയാളെ തീ വെച്ച് കൊല്ലും. നിനക്ക് വേറെ ഒരു പണിയുമില്ലേ? ഇയാളുടെ അമ്മാവനെ കണ്ടിരുന്നെങ്കിൽ വേറെ വീടുണ്ടോന്ന് ചോദിക്കായിരുന്നു. എന്റെ അമ്മേ, ചന്ദ്രന് പോയി വീട് അന്വേഷിക്കാന്ന് പറഞ്ഞാലും ഇവിടെ വേണ്ട. അമ്മ കേറ്. ഈ കുട്ടിയുടെ ഒരു കാര്യം. ഒന്ന് നിക്കണേ. അല്ല, നിങ്ങൾ ഇത്രയും നേരത്തെ വന്നോ? അല്ല, നിങ്ങൾ വീട് കണ്ടായിരുന്നോ? ഇല്ല. എന്തു പറ്റി? അവരവിടെ ഉണ്ടാവണമല്ലോ. അവര് മാത്രല്ല, അവിടെ വേറൊരാളുണ്ട്. വേറൊരാളോ? നിങ്ങളുടെ മോനുണ്ടായിരുന്നു അവിടെ. ഇവര് തമ്മിൽ കണ്ടാൽ അറിയാലോ. ഓ, ഞങ്ങക്ക് വീട് തന്നാലേ അയാൾ ആ വീട്ടുകാരോട് മിണ്ടില്ലെന്നാ പറഞ്ഞ. അയാളാണല്ലോ ഈ സ്ട്രീറ്റിലുള്ള ആളുകൾക്ക് മുഴുക്കെ ജീവശ്വാസം കൊടുക്കുന്ന. എന്തൊരു മനുഷ്യനാ! നിങ്ങൾക്ക് അയാളെ നന്നായിട്ട് വളർത്തിക്കൂടെ? ഈ ഏരിയ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. സൈലന്റ് ആണ്. ഇതിപ്പോ കാഞ്ചരുടെ വീട് നോക്കിയിട്ട് കാര്യമില്ല. അതെ, ഇവിടെ വേറൊരു വീടുണ്ട്. അവിടുത്തെ താഴത്തെ നില ഒഴിഞ്ഞടക്കുക. താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. എന്തിനാമ്മേ വെറുതെ പ്രശ്നങ്ങൾ തലയിലെടുത്ത് വെക്കുന്നേ? മോളെ, ഒരു വീട് അന്വേഷിച്ച് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ ആവുമ്പോ നിനക്ക് സ്കൂളിൽ പോകാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം മോളെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി അമ്മയുടെ ഇഷ്ടം. ഒരു കാര്യം ചെയ്യ്,
എന്തായാലും നിങ്ങൾ വാ, ഞാൻ കാണിച്ചു തരാം. വാ ആ, വാ. ഒന്ന് ആശുപത്രി പോയി നോക്കാന്ന് പറഞ്ഞ അച്ഛൻ എന്താ കേൾക്കാത്തത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. 1-2 തവണ ആവി പിടിക്കുമ്പോഴേക്കും അതങ്ങ് മാറിക്കോളും. അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അസുഖം വന്ന ഡോക്ടറെ അടുത്ത് കാണിച്ച് മാറ്റണ്ടേ? അല്ലാതെ സ്വയം ചികിത്സിച്ചാ മതിയോ? പറഞ്ഞു എല്ലാരും കൂടി എന്നൊരു മഹാരോഗി ആക്കാതെ. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അതെ, നീ കേട്ടല്ലോ. ശ്രുതി, ആ അച്ഛാ, ദേ രഘു അങ്കിള്. എന്ത് പണിയാ സാറേ നിങ്ങളെല്ലാരും കൂടി കാണിച്ചത്? എങ്ങോട്ടാ നിങ്ങളെല്ലാരും കൂടി പോയത്? എത്ര നാളായി രാവും പകലും ഞങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെന്നറിയോ? ഒന്ന് വിളിക്കുകൂടി ചെയ്യാതിരുന്നത് എന്താ? സത്യം പറഞ്ഞ ഒന്നും മിണ്ടാതെ നിങ്ങളുടെ കുടുംബം പോയതിനു ശേഷം അച്ഛൻ ഇതുവരെ ഓക്കെ ആയിട്ടില്ല. സുഖാണോ എല്ലാവർക്കും? നിത്യമോൾക്ക് എങ്ങനെയുണ്ട്? എവിടെയാ എല്ലാരും ഇപ്പോ? എനിക്കറിയില്ല ശിവാനന്ദ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.